the 7th unit of the block BSOE 148. That is a third block. Third block contains this unit 7, caste and class. This chapter attempts to handle the many difficulties which emerge in the analysis of caste. കാസ്റ്റിനെ അനാലിസിസ് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. In fact, the literature on the subject has created more doubts than clarity. അപ്പോൾ നമ്മൾ കാസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ലിറ്ററേച്ചർ കൂടുതൽ സംശയങ്ങളാണ് എപ്പോഴും മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. അതിൽ സ്പഷ്ടതയേക്കാൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. One finds a lack of distinction between Varna and Jati, while different perspectives develop one aspect of analysis at the cost of the other. In Indian society എന്ന് പറഞ്ഞാൽ several analysts popularize the view of Indian society as a caste society. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റീനെ തന്നെ പലരും ഒരു കാസ്റ്റ് സൊസൈറ്റി ആയിട്ടാണ് ചിത്രീകരിക്കണം. ഇഗ്നോറിങ് ദ ഡൈനാമിക്സ് ഓഫ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിൻ്റെ ആ സ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാണ്ട് ഇപ്പോഴും അതിന് കൂടുതൽ പ്രശസ്തി കൊടുക്കുന്നത് കാസ്റ്റ് സൊസൈറ്റി എന്നുള്ള ഒരു രീതിയിലേക്കാണ്. ദേ പെർസീവ്ഡ് കാസ്റ്റ് ടു ബി എ ലോജിക്കൽ opposite of the class system which was associated along with individualism and particularly with the West. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് മോഡൽ ആദ്യം നോക്കാം. ഈ കാസ്റ്റ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആൻഡ്രി ബെർട്ടിലാണ്. ആൻഡ്രി ബെർട്ടിൽ ഹാസ് ഔട്ട്ലൈൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പെർസ്പെക്റ്റീവ്, that is the caste model of Indian society. And the features of the caste model are: first one, it is based on the ideas held and expressed by certain sections of the people and not on observed behavior, although secondary empirical materials have been used. But it is based on the ideas held and expressed by certain sections of the people. ചില ആളുകളെ മാത്രം നോക്കിക്കൊണ്ട്, ചില സെക്ഷനിലുള്ള ആളുകളെ മാത്രം നോക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐഡിയാസ് ആണ്. ആൻഡ് നോട്ട് ഓൺ ഒബ്സർവ്ഡ് ബിഹേവിയർ. അവരുടെ പെരുമാറ്റം നോക്കിയിട്ടുള്ള ആ സെക്ഷനെ മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും. ഓൾദോ സെക്കൻഡറി എംഫറിക്കൽ മെറ്റീരിയൽസ് ഹാവ് ബീൻ യൂസ്ഡ്. ഇവിടെ പ്രൈമറി അല്ല, സെക്കൻഡറി എംഫറിക്കൽ മെറ്റീരിയൽസ്. അപ്പോൾ അനുഭവ സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി എംഫറിക്കൽ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇറ്റ് അറ്റാക്സ് കൈൻഡ് ഓഫ് പ്രൈമറി ആൻഡ് യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് ടു കാസ്റ്റ് ഇൻ ഇന്ത്യ ആസ് ദിസ് ഹാസ് ബീൻ കൺസീവ്ഡ് ഇൻ ദ ക്ലാസിക്കൽ ടെക്സ്റ്റ്. പിന്നെ ചിലയിടത്തൊക്കെ പ്രൈമറി എവിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്ന് സമ്പാദിച്ച അറിവിൽ നിന്നാണ്? നമ്മുടെ പഴയ പൗരാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകളിൽ നിന്ന്. ഇറ്റ് അറ്റാച്ചസ് കൈൻഡ് ഓഫ് പ്രൈമറി ആൻഡ് യൂണിവേഴ്സൽ significance to caste in India as this has been conceived in the classical text. Third, the entire system is viewed as being governed by certain more or less explicitly formulated principles or rules of the game. അപ്പം ഈ എൻറ്റയർ സിസ്റ്റം അതിനെ മുഴുവനും ഗവേൺ ചെയ്യണത് ബീങ് ഗവേൺഡ് ബൈ സർട്ടൻ മോർ ഓർ ലെസ് എക്സ്പ്ലിസിറ്റ്ലി ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. പുറത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ്, റൂൾസ് ഓഫ് ദ ഗെയിം ഒക്കെ വെച്ചിട്ടാണ് ഈ എൻറ്റയർ സിസ്റ്റത്തിനെ തന്നെ ഗവേൺ ചെയ്യണത്. ദ ഡിഫറെൻറ്റ് കാസ്റ്റസ് വിച്ച് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റം ആർ കൺസീവ്ഡ് ആസ് ഫുൾഫില്ലിംഗ് കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് കാസ്റ്റ് വിച്ച് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ഈ കാസ്റ്റ് സിസ്റ്റത്തിലെ ബേസിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാസ്റ്റസ് ആണ്. അപ്പോൾ ദേ ആർ കൺസീവ്ഡ് ആസ് ഫുൾഫില്ലിംഗ് കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ്. അപ്പോൾ അവർ കോംപ്ലിമെൻ്ററി പൂരകങ്ങളായിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഒരിടത്ത് ഏതെങ്കിലും ഫങ്ഷൻ കുറവുണ്ടെങ്കിൽ മറ്റേ ഫങ്ഷൻ ആ കുറവ് നികത്തി പരസ്പരം കോംപ്ലിമെൻ്ററി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ദെയർ മ്യൂച്വൽ റിലേഷൻസ് ആർ സീൻ ആസ് ബീങ് നോൺ ആൻറ്റഗോണിസ്റ്റിക്. അപ്പോൾ അവരുടെ ഈ മ്യൂച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പർദ്ധയില്ലാത്ത സ്മൂത്തായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്.
M.N. Srinivas' concept of Sanskritation is one such dominant process of changes in the caste system. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിലുണ്ടായ ആ ഒരു ഡൊമിനൻ്റ് പ്രോസസ് ഓഫ് ചേഞ്ചസിനെ കാണിക്കുന്ന ഒന്നാണ് M.N. ശ്രീനിവാസിൻ്റെ കൺസെപ്റ്റ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത്. സാൻസ്ക്രിറ്റേഷൻ കുഡ് ബി ഒബ്സർവ്ഡ് ഇൻ ടേംസ് ഓഫ് ദ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഒക്കേഴ്സ്. ആൻഡ് സെക്കൻഡ്ലി ആസ് എ ഹിസ്റ്റോറിക്കൽ പ്രോസസ് ചേഞ്ച് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം ആസ് എ ഹോൾ. അപ്പോൾ സാൻസ്ക്രിറ്റേഷൻ ഒരു വലിയ ചേഞ്ചാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സാൻസ്ക്രിറ്റേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യത്രം മാത്രം മനസ്സിലാക്കിയിരിക്കുക. അനദർ പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് ഡിസ്ക്രൈബ്ഡ് ബൈ ശ്രീനിവാസ് ഈസ് കോൾഡ് വെസ്റ്റേണൈസേഷൻ. അതുപോലെ രണ്ട് തരം കൺസെപ്റ്റ്സ് ആണ് ശ്രീനിവാസ് ഉണ്ടാക്കിയത്. ഒന്ന് സാൻസ്ക്രിറ്റേഷൻ, അടുത്തത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രോസസ്സ് is that of westernization. When westernization എന്ന് പറഞ്ഞാൽ it brings about changes in values, norms and vary the cultural roots of the പീപ്പിൾസ്. അവിടെ വാല്യൂസും നോംസിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ആ കൾച്ചറൽ റൂട്ട്സിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് വെസ്റ്റേണൈസേഷൻ. അതായത് വെസ്റ്റേൺ രീതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. Yogendra Singh sees these two have implications for structural changes in the caste system. കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറലി ചേഞ്ചസ് ഉണ്ടാകാനായിട്ട് ഈ രണ്ട് കാഴ്ചപ്പാടുകളും സഹായിച്ചിട്ടുണ്ടെന്നാണ് യോഗേന്ദ്രജിത്ത് പറയുന്നത്. സ്ട്രക്ചറൽ ചേഞ്ചസ്, ദീ സ്ട്രക്ചറൽ ചേഞ്ചസ് അപ്പിയർ ആസ് ലാൻഡ് ഫോംസ്. ഇനി ഒരു കാസ്റ്റിലുള്ള സ്ട്രക്ചറൽ അതിൻ്റെ ഘടകങ്ങളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ചസ് അപ്പിയർ ആസ് ലാൻഡ് റിഫോംസ്, ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യൽ ലെജിസ്ലേഷൻ, ഡെമോക്രറ്റൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. അപ്പോൾ ഇതെല്ലാം സ്ട്രക്ചറൽ ചേഞ്ചസിന് കാരണമായിട്ടുള്ള വസ്തുതകളാണ്. ഈ എക്കണോമിക് റിലേഷൻ, ദ കാസ്റ്റ് സിസ്റ്റം ഹാസ് ഓൾസോ ബീൻ കൺസിഡേർഡ് ടു ബി എ സിസ്റ്റം ഓഫ് എക്കണോമിക് റിലേഷൻസ്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റംസിന് ഒരു ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് എക്കണോമിക് റിലേഷൻസ്. എക്കണോമിക് റിലേഷൻസിൻ്റെ ഒരു സിസ്റ്റമായിട്ട് കൂടി നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തിനെ കാണിക്കുന്നുണ്ട്. ഓരോ കാസ്റ്റും ഓരോ ജോലിയിൽ വ്യാപൃതരായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതിൻ്റെ എക്കണോമിക് ആ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ആ എക്കണോമിക് സിസ്റ്റം കൂടി ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. ജോൺ മെഞ്ചർ റൈറ്റ്സ് ദാറ്റ് ഫോർ ദോസ് അറ്റ് ദ ബോട്ടം ദ കാസ്റ്റ് സിസ്റ്റം ഹാസ് വർക്ക്ഡ് ആസ് എ വെരി സിസ്റ്റമാറ്റിക് ടൂൾ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ഈ കാസ്റ്റിൻ്റെ ഏറ്റവും ബോട്ടത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകൾക്ക് ആ കാസ്റ്റിനെ എപ്പോഴും എക്സ്പ്ലോയിറ്റേഷനും ഓപ്പറേഷനും ചൂഷണവും മർദ്ദനവും ഒക്കെ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ സിസ്റ്റം ഹാസ് ബീൻ ടു പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് ക്ലാസസ് വിത്ത് എനി commonality of interest of unity of purpose. Menger has used class in the Marxian sense and adopted the Marxian model to analyze caste relations. അപ്പോൾ മെഞ്ചസ്റ്റർ ക്ലാസ്സിനെയാണ് ഹാസ് യൂസ്ഡ് ക്ലാസ് ഇൻ ദ മാർക്സിയൻ സെൻസ്. മാർക്സിയൻ സെൻസിന് ക്ലാസ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് അഡോപ്റ്റഡ് ദ മാർക്സിയൻ മോഡൽ ടു അനലൈസ് കാസ്റ്റ് റിലേഷൻസ്. സച്ച് കാസ്റ്റ് ഈസ് എ സിസ്റ്റം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ റാദർ ദാൻ എ സിസ്റ്റം ഓഫ് ഇന്റർഡിപെൻഡൻസ് ആൻഡ് റെസിപ്രോസിറ്റി. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് ചൂഷണത്തിൻ്റെ ഒരു സിസ്റ്റമായിട്ടാണ്, ആൻഡ് സിസ്റ്റം ഓഫ് ഇന്റർഡിപെൻഡൻസ് ആൻഡ് റെസിപ്രോസിറ്റി, അതുപോലെ പരസ്പര ആശ്രിതത്വത്തിൻ്റെയും അത് തന്നെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആ ഒരു സ്ഥിതിയാണ് കാസ്റ്റിൽ കാണുന്നതെന്നാണ് പറയുന്നത്. Caste stratification has been trend to the development of class conflict or proletarian consciousness. അപ്പോൾ ഈ കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷനിൽ കൂടി പലപ്പോഴും ക്ലാസ് കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രോളിറ്റേറിയൻ കോൺഷ്യസ്നെസ്, തൊഴിലാളികളുടെ ഒരു വർഗബോധം ഒക്കെ ഇതിൽ നിന്ന് ആണ് ഈ സിസ്റ്റത്തിൽ നിന്നാണ് ഉദിക്കുന്നതെന്ന്. ദിസ് ഈസ് ബിക്കോസ് കാസ്റ്റ് ഡിറൈവ്സ് ഇറ്റ്സ് വെലിഡിറ്റി ഫ്രം ഇറ്റ്സ് പാർഷ്യൽ മാസ്കിംഗ് ഓഫ് എക്സ്ട്രീം സോഷ്യോ എക്കണോമിക് ഡിഫറൻസസ്. ഇനി അടുത്തത് പവർ ആൻഡ് ഡൊമിനന്റ് കാസ്റ്റ്. ആൻഡ്രി ബെർട്ടിൽ ഒബ്സർവ്സ് ദാറ്റ് പവർ ഹാസ് ഷിഫ്റ്റഡ് ഫ്രം one dominant caste to another, and it is shifted from the caste structure itself and come to be located in more differentiated structure such as panchayat and political parties. അപ്പോൾ ആൻഡ്രി ബെർട്ടിൽ നിരീക്ഷിച്ച ഒരു കാര്യമാണ് ദാറ്റ് പവർ ഹാസ് ഷിഫ്റ്റഡ് ഫ്രം one
വൺ ഡൊമിനന്റ് കാസ്റ്റ്, ഒരു പ്രബലമായിട്ടുള്ള കാസ്റ്റിൽ നിന്ന് പവർ മറ്റൊന്നിലേക്ക് പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യാറുണ്ടെന്ന്. ആൻഡ്രി ബർട്ടിൽ ഒബ്സർവ്സ് ദാറ്റ് പവർ ഹാസ് ഷിഫ്റ്റഡ് ഫ്രം വൺ ഡൊമിനന്റ് കാസ്റ്റ് ടു അനദർ ആൻഡ് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദ കാസ്റ്റ് സ്ട്രക്ചർ ഇറ്റ്സെൽഫ്. അപ്പം അങ്ങനെ ഒരു കാസ്റ്റിൽ നിന്ന് മറ്റൊരു കാസ്റ്റിലേക്ക് ഈ പവർ മാറ്റപ്പെടുമ്പോഴേക്കും അതിൻ്റെ സ്ട്രക്ചറിൻ്റെ, അതിൻ്റെ ഘടനയിലും മാറ്റം വരാറുണ്ട്. ആൻഡ് കം ടു ബി ലൊക്കേറ്റഡ് ഇൻ മോർ ഡിഫറൻഷിയേറ്റഡ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് പഞ്ചായത്ത് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞ മറ്റു പേരിൽ ആ സ്ട്രക്ചർ രൂപാന്തരപ്പെടാറുണ്ട്. യെറ്റ് ബർട്ടിൽ ഡസ് നോട്ട് റിഫ്ലക്റ്റ് അപ്പോൺ ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് ഷിഫ്റ്റ് ക്യാൻ വി സ്റ്റഡി ചേഞ്ചസ് ഇൻ കാസ്റ്റ് സ്ട്രക്ചർ വിത്തൗട്ട് എക്സാമിനിങ് ദ കോൺസിക്വൻറ്റ് പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഓർ ഇക്വാലിറ്റി ഓർ ഇനീക്വാലിറ്റി. കാസ്റ്റ് ക്ലാസ് നെക്സസ്, കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള സംബന്ധം എന്തൊക്കെയാണ്? കാസ്റ്റ് ക്ലാസ് നെക്സസ്. മൈ ഒബ്സർവേഷൻ ഈസ് ദാറ്റ് ദ ചേഞ്ച് ഈസ് ഫ്രം വൺ കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻഇക്വാലിറ്റി ടു അതർ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഒരു ഇൻഇക്വാലിറ്റിന്ന് വേറെയിലേക്കുള്ള ഒരു മാറ്റം. അത് ഏർലിയർ ഓൾസോ കാസ്റ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇന്റർകാസ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് റോൾസ് ആസ് വെൽ ആസ് ഡിഫറൻസിയേഷൻ വിത്തിൻ എ പർട്ടിക്കുലർ കാസ്റ്റസ്. അപ്പോൾ ഏർലിയർ ഓൾസോ കാസ്റ്റ് വാസ് ക്യാരക്ടറൈസ്ഡ്. അപ്പോൾ കാസ്റ്റിന്റെ ഒരു സ്വഭാവം നേരത്തെ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഇന്റർ കാസ്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടെന്ന് അവിടെ എപ്പോഴും, ഓഫ് റോൾസ് ആസ് വെൽ ആസ് ഡിഫറൻസിയേഷൻ വിത്തിൻ ദ പർട്ടിക്കുലർ കാസ്റ്റസ്. ദസ് ഡിഫറൻസിയേഷൻ ഈസ് നോട്ട് നെസസറിലി റിലേറ്റഡ് ടു ദ റിഡക്ഷൻ ഓഫ് കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്. അപ്പം ഇങ്ങനെ ഒന്നിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാലും അവിടെ റിഡക്ഷൻ ഓഫ് കാസ്റ്റ് ഇൻഇക്വാലിറ്റിയാണ് കാണിക്കുന്നത്. ഡിഫറൻസിയേഷൻ ഓഫ് റോൾസ് മേ ബ്രിങ് അബൌട്ട് സർട്ടൻ ന്യൂ ഇൻഇക്വാലിറ്റീസ് വിച്ച് മൈറ്റ് സ്ട്രെങ്തൻ ദ എക്സിസ്റ്റിംഗ് വൺ. അപ്പം നേരത്തെ തന്നെ ഇൻഇക്വാലിറ്റി, അസമത്വം അവിടെ ഉണ്ട്. അതുപോലെ ഇതുപോലെ ഡിഫറൻസിയേഷൻ ഓഫ് റൂൾസ് വീണ്ടും പല രീതിയിലുള്ള അസമത്വങ്ങൾ ആ ക്ലാസിൻ്റെ ഉള്ളിൽ കാസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും. വി ഹാവ് എ ഫ്യൂ പ്രോളിറ്റേറിയൻ സെമിനാർസ്. അപ്പോൾ പ്രോളിറ്റേറിയൻ തൊഴിലാളികളിൽ തന്നെ കുറേ കയ്യൂക്കുള്ളവർ, പ്രബലരായിട്ടുള്ളത്, അവരെയാണ് പ്രോളിറ്റേറിയൻ സെമിൻദാർസ് എന്ന് പറയുന്നത്. ഓർ ലാൻഡ് ലോഡ്സ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ഓൾസോ നിയോ റിച്ച്, നിയോ ഇൻഫ്ലുവൻഷ്യൽ, നിയോ സെമിൻദാർസ് ഓൺ ദ അതർ ആസ് എ റിസൾട്ട് ഓഫ് ദ എമർജൻസ് ഓഫ് ന്യൂ സ്ട്രക്ചർ ഇൻ ദ വില്ലേജ് കമ്മ്യൂണിറ്റി. അപ്പോൾ വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ പുതിയ പുതിയ തൊഴിലാളി മഹാന്മാർ, ഇത് കുറേ ഗ്രൂപ്പുകൾ, അതുപോലെ പുതിയ പുതുപ്പണക്കാർ, പുതിയതായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ, നിയോ സെമിൻദാസ്, അതുപോലെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ആ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ തന്നെ ആ സ്ട്രക്ചറിന് മാറ്റങ്ങൾ വരാറുണ്ട്. ഇനി അടുത്തത് സിൻക്രോണിക് അനാലിസിസ്. സിൻക്രോണിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ നടക്കുന്ന അനാലിസിസ് ആണ്. ഒരു കാര്യത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതോടൊപ്പം സൈമൾട്ടേനിയസ്ലി വേറൊരു കാര്യം കൂടി അവിടെ അനലൈസ് ചെയ്യുന്ന ആ രീതി. സ്റ്റഡീസ് ഓൺ കാസ്റ്റ് ഹാവ് പാവ്ഡ് ദ വേ ടു സർട്ടൻ ഫീൽഡ് വർക്ക് ട്രഡീഷൻ വിച്ച് പ്രൊഡ്യൂസ് സിൻക്രോണിക് അനാലിസിസ്. ദ എംഫസിസ് ഹാഡ് ബീൻ ഓൺ പ്രസന്റിംഗ് കാസ്റ്റ് ആസ് ആൻ ഈക്വിലിബ്രേറ്റിംഗ്, ഹാർമോണിക്, stable and consensual system. Change was often presented as a shift in relation from organic to segmentary, closed to open, harmonic to disharmonic. അപ്പോൾ ചേഞ്ചസ് പലപ്പോഴും വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഷിഫ്റ്റഡ് ഇൻ റിലേഷൻ ഫ്രം ഓർഗാനിക്കിൽ നിന്ന് സെഗ്മെന്ററിലേക്ക്, അതുപോലെ ക്ലോസ് ടു ഓപ്പൺ, അതുപോലെ ഹാർമോണിക്കിൽ നിന്ന് ഡിസ്ഹാർമോണിക്കിലേക്ക് വരുമ്പോഴാണ് എപ്പോഴും ഈ സിസ്റ്റത്തിൽ ചേഞ്ചസ് വരാറുള്ളത്. Yet empirical evidence seems to be suggested that change in the caste system has been adaptive, evolutionary. Both caste and class have been debated from narrow ideological standpoints. പലപ്പോഴും കാസ്റ്റിനെയും ക്ലാസ്സിനെയൊക്കെ ഡിറൈവ് ചെയ്യുമ്പോഴേക്കും അത് ഡിബേറ്റിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതിൻ്റെ ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റ്സ് വളരെ നാരോ ആയിട്ടാണ് ഈ ഡിബേറ്റുകളിലൊക്കെ കാണപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ദ കാസ്റ്റ് മോഡൽ പെർസ്പെക്റ്റീവ്, കാസ്റ്റ് ഈസ് വീസ്ഡ് ആസ് ആൻ ഓവർ ചേഞ്ചിങ് ഐഡിയോളജിക്കൽ സിസ്റ്റം. അപ്പോൾ കാസ്റ്റ് മോഡൽ പെർസ്പെക്റ്റീവ് അനുസരിച്ച് കാസ്റ്റിനെ കാണുന്നത് it is an over-changing ideological system encompassing all aspects of social life of Hindus in particular and of other communities in general. അപ്പോൾ എല്ലാ തരം കാര്യങ്ങളിലും ഒരു ഐഡിയോളജിക്കൽ സിസ്റ്റം encompassing all
ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നോക്കിയിട്ട് എല്ലായിടത്തും ഓരോ ചേഞ്ചസ് ഓഫ് ഹിന്ദുസ് ഇൻ പർട്ടിക്കുലർ, അതുപോലെ ഹിന്ദുസിൽ പ്രത്യേകിച്ചും ആൻഡ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് ഇൻ ജനറൽ ആയിട്ടും എപ്പോഴും ഒരു നല്ല കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. വൺ ഓഫ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് സച്ച് എ വ്യൂ ഈസ് ദാറ്റ് കാസ്റ്റ് ഈസ് ബേസിക്കലി എ പാർട്ട് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസായിട്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഒരു ബേസ് തന്നെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ കാസ്റ്റിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മേന്മ ഉള്ളതായിട്ട് തോന്നുന്നത്. ദസ് ഒക്കപ്പേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, റൂൾസ് ഓഫ് മാരേജ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആർ എലിമെന്റ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ എക്സ്പ്രസിംഗ് ദ റീപ്രൊഡക്ഷൻ ഓഫ് ദ ഐഡിയോളജി ഓഫ് കാസ്റ്റ്. ഇനി കാസ്റ്റ് ആസ് എ നോർമാറ്റീവ് സിസ്റ്റം, മാനദണ്ഡങ്ങളെ നിശ്ചയിക്കുന്ന ആ ഒരു സിസ്റ്റം പോലെയാണ് കാസ്റ്റ് ഇവിടെ. കാസ്റ്റ് ആസ് എ നോർമാറ്റീവ് സിസ്റ്റം. ഫോളോയിങ് ഫ്രം ദിസ് വി ആസ്ക് ദ ക്വസ്റ്റ്യൻ ഇൻ വാട്ട് വേസ് കാസ്റ്റ് ആസ് എ നോർമാറ്റീവ് സിസ്റ്റം. ഏത് രീതിയിലാണ് കാസ്റ്റിനെ നമ്മൾ മാനദണ്ഡങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു മാർഗരേഖയായിട്ട് അംഗീകരിക്കുന്നതെന്ന്. വൈ ഇൻ സർട്ടൻ സ്ഫിയേഴ്സ് കാസ്റ്റ് അഡ്ഹിയേഴ്സ് ടു ഇറ്റ്സ് നോർമാറ്റീവ് sanctions, where in other domains caste groups and their members have taken up activities which depart from traditional sanctions of the caste system. It may be noted that members of a caste compete with each other, but they also cooperate with one another. പലപ്പോഴും ഒരു കാസ്റ്റിലെ അംഗങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കാണാം, പക്ഷേ അത്യാവശ്യം വരുമ്പോൾ അവരെപ്പോഴും സഹകരണത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. Class-based distinction within the caste have always been found in pronounced form. അപ്പോൾ ക്ലാസ്സിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഡിസ്റ്റിങ്ഷൻസ്, അതായത് ക്ലാസ് ബേസ്ഡ് ഡിസ്റ്റിങ്ഷൻ വിത്തിൻ ദ കാസ്റ്റ്. അപ്പോൾ കാസ്റ്റിൻ്റെ ഉള്ളിൽ ക്ലാസ് ബേസ്ഡ് ഡിസ്റ്റിങ്ഷൻസും ഉണ്ടാകാറുണ്ട്. ആൻഡ് ഓൾവേസ് ബീൻ ഫൗണ്ട് ഇൻ എ പ്രൊഫൗണ്ട് ഫോം. അതൊരു കൂടുതൽ വളരെ വലിയ തോതിൽ തന്നെ ക്ലാസ് ബേസ്ഡ് ഡിസ്റ്റിങ്ഷൻസ് പലപ്പോഴും കാസ്റ്റിൻ്റെ ഉള്ളിൽ വന്നു ചേരാറുണ്ട്. മെമ്പേഴ്സ് ഓഫ് എ caste in a given village can sometimes be representative of Indian class divisions for while observing all the pertinent rules of marriage, they may actually define pertinent negotiations along the axis of ക്ലാസ് കണ്ടീഷൻ. അപ്പോൾ പലപ്പോഴും മാരേജ് അതുപോലെ പല നിയമങ്ങളും അത് കാസ്റ്റ് ബേസിൽ തന്നെ ആളുകൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിൻ്റെ ആ സ്വഭാവവിശേഷത്തിൽ നിന്ന് മാറിയിട്ട് കാസ്റ്റിലേക്ക് തന്നെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാം. കാസ്റ്റ് റെഫേഴ്സ് ടു ഇൻഈക്വാലിറ്റി ബോത്ത് ഇൻ തിയറി ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ കാസ്റ്റ് പലപ്പോഴും ഇൻഈക്വാലിറ്റി, അസമത്വവും, അതുപോലെ ഇൻ തിയറി ആൻഡ് പ്രാക്ടീസിലും തിയറിയിലും കാസ്റ്റ് പലപ്പോഴും അസമത്വം പ്രകടിപ്പിക്കാറുണ്ട്. T.N. Madan upholds Daman's view regarding hierarchy as a universal necessity. He points that society in India has remained largely static. Change in society has taken place, but there has been no radical transformation. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടും അതുപോലെ ഇവിടെ ഒരു ഹൈറാർക്കിക്കൽ വേ ഓഫ് ലൈഫ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഹൈറാർക്കി ആസ് എ യൂണിവേഴ്സൽ നെസസിറ്റി. ഇവിടെ നമുക്ക് ഹൈറാർക്കി എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആവശ്യമാണ്. ഹി പോയിന്റ്സ് ദാറ്റ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഹാസ് റിമൈൻഡ് ലാർജ്ലി സ്റ്റാറ്റിക്. ഇന്ത്യൻ സൊസൈറ്റി വലിയ തോതിൽ തന്നെ സ്റ്റാറ്റിക് ആണെന്ന്, അധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ചേഞ്ച് ഇൻ സൊസൈറ്റി ഹാസ് ടേക്കൺ പ്ലേസ്, ബട്ട് ദെയർ ഹാസ് ബീൻ നോ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. പലപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതൊരു റാഡിക്കൽ ഉന്മൂലമായിട്ടുള്ള മാറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. കാസ്റ്റ് ആസ് ആൻ എംഫറിക്കൽ റിയാലിറ്റി. ഇനി അനുഭവ സംബന്ധമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടാണ് കാസ്റ്റിനെ കാണുന്നത്. കാസ്റ്റ് ആസ് എൻ എംഫറിക്കൽ റിയാലിറ്റി. ദ ബേസിസ് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് ദ കാസ്റ്റ് സിസ്റ്റം ആസ് എൻ എംഫറിക്കൽ reality is to locate caste groups such as jadis in a specific rural urban context. It is a source of placement and of identity in society. അപ്പോൾ സൊസൈറ്റിയിൽ പലപ്പോഴും ക്ലാസ്, അത് ജാതി ആയിട്ടും തിരിഞ്ഞ് പല ഗ്രൂപ്പുകളായിട്ടും കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇറ്റ് ഈസ് എ സോഴ്സ് പ്ലേസ്മെന്റ് ആൻഡ് ഓഫ് ഐഡന്റിറ്റി ഇൻ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ മനുഷ്യർക്കുള്ള ഒരു പ്ലേസ്മെന്റും അതുപോലെ ഒരു ഐഡന്റിറ്റിനെയും കാണിക്കുന്നതാണ്. അറ്റ് ദ ലേറ്റർ ലെവൽ ഐഡന്റിറ്റി ഈസ് നോട്ട് എ ഫങ്ഷൻ
reflection necessarily of informal day-to-day relations. Caste, for instance, does not usually become a basis of marriage between a Tamil Brahmin and a കന്യാകുംബ ബ്രാഹ്മിൻ ഓഫ് ഉത്തർപ്രദേശ്. അപ്പോൾ ഒരേ കാസ്റ്റിൽ തന്നെ എൻഡോഗമി പറയണത് ഒരേ ജാതിക്കാർ അതിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നാണ്. യെറ്റ് ദേ മേ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു. പിന്നെ ചിലപ്പോൾ ഒക്കെ ഇപ്പോൾ ബ്രാഹ്മിൻസ് തന്നെ രണ്ട് സ്ഥലത്തുള്ളത്, തമിഴ്നാട് ബ്രാഹ്മിൻസിനും അതുപോലെ ഉത്തർപ്രദേശ് ബ്രാഹ്മിൻസും അവർ തമ്മിൽ വിവാഹം ചെയ്യാറില്ല. അപ്പം അതിനൊരു കാരണം പറയണത് അങ്ങനെ ദേ മേ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു വാട്ട് ദേ പെർസീവ് ആസ് ദ സെയിം സ്റ്റോക്ക്. ഒരേ രക്തത്തിലുള്ളവരാണ് എന്നുള്ള ഒരു ബോധം അവരിൽ വന്നതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാത്തത്. ആൻഡ് മേ ഈവൻ കോപ്പറേറ്റ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് ക്രൈസിസ് ആൻഡ് ചലഞ്ചസ്. പക്ഷെ ഇങ്ങനെ വിവാഹിതരാവാറില്ലെങ്കിലും അവർ പലപ്പോഴും പല സിറ്റുവേഷൻസ്, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്നത്, വെല്ലുവിളികൾ നേരിടേണ്ടി ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവരെപ്പോഴും ഒന്നിച്ച് നിൽക്കാറുണ്ട്, ഒരേ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഇനി അടുത്തത് കാസ്റ്റ് എലക്ഷൻസ് ആണ്. ദ ആനുവൽ എലക്ഷൻസ് ഓഫ് കണ്ട്രവാല വൈശ്യവ മഹാസഭ വെർ ഹെൽഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി ഓൺ സ്റ്റേഷൻ റോഡ് അബൌട്ട് 15 years ago. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ആനുവൽ എലക്ഷൻ അത് കണ്ട്വാല വൈശ്യ മഹാസഭയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെ അവർ ചെലവഴിച്ച കാര്യങ്ങൾ, കാസ്റ്റ് ബേസിൽ ചെലവാക്കിയ തുകയും ആർഭാടങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിലായിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് കാർസ്, ജീപ്സ്, ഓട്ടോറിക്ഷാസ് ആൻഡ് two-wheelers were deployed in the elections. About 60 stalls were installed for electioneering on both sides of the road. Traffic was diverted and police pickets were posted to control the situation. അപ്പോൾ എല്ലായിടത്തും പല രീതിയിലുള്ള കൺട്രോളും പല രീതിയിലുള്ള പരസ്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന. ട്രാഫിക് വാസ് ഡൈവേർട്ടഡ് ആൻഡ് പോലീസ് പിക്കറ്റ്സ് വെർ പോസ്റ്റഡ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. ഇറ്റ് വാസ് നോട്ട് ഓൺലി എ ഷോ ഓഫ് കാസ്റ്റിസം. അത് കാസ്റ്റിസത്തിൻ്റെ ഒരു ഷോ അല്ലെങ്കിൽ പ്രൗഢി കാണിക്കുന്ന ഒരു സിസ്റ്റം മാത്രമായിരുന്നില്ല ഇത്, ബട്ട് ഓൾസോ ഓഫ് ഫാക്ഷനിസം വിത്തിൻ ദ കാസ്റ്റ്. കാസ്റ്റിലുള്ള ഒരു പ്രത്യേക സ്ഥിതിവികാസത്തിനെ കാണിക്കാൻ കൂടിയാണ് ഈ കാസ്റ്റ് എലക്ഷനിലുണ്ടായ ഈ ചെലവാക്കലും ദൂർത്തടിക്കലും എല്ലാം. വാട്ട് വുഡ് ദോസ് എലക്റ്റഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഓൾ ദിസ് ബൈ സ്പെൻഡിങ് ലാക്സ് ഓഫ് റുപ്പീസ് ഓൺ ദ എലക്ഷൻസ്. അപ്പോൾ എലക്ഷൻ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയത് കൊണ്ട് അവർക്ക് എന്താണ് നേട്ടമെന്ന്. വൺ ഷുഡ് സീരിയസ്ലി എൻഗേജ് ഇൻ എംഫറിക്കൽ അനാലിസിസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇന്ററാക്ട് ടു സീക്ക് ആൻ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. This approach, which focus on the caste-class nexus for studying India's social formation, would focus on the understanding and analysis of structure, culture, history, and dialectics, both from the upper levels of strata as well as the marginalized communities. അപ്പോൾ കാസ്റ്റും ക്ലാസ്സും ബന്ധം അത് പഠിക്കണമെങ്കിൽ ഈ നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും താഴ്ന്ന കിടയിൽ നിന്ന് മുകളിൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും വളരെ ശരിയായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യണം. അനലൈസിങ് ഓഫ് സ്ട്രക്ചർ, കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ഡയലറ്റിക്സ് ബോത്ത് ഫ്രം അപ്പർ ലെവൽസ് ഓഫ് സ്ട്രാറ്റ ആസ് വെൽ ആസ് ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. നെക്സസ് ഡസ് നോട്ട് ഇംപ്ലൈ കറസ്പോണ്ടൻസ് ഓർ സിമെട്രി ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പം ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ കറസ്പോണ്ടൻസ് ഓർ സിമെട്രി ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഇൻഡിപെൻഡൻസ്, കോൺട്രഡിക്ഷൻസ്, സിമെട്രി ആൻഡ് ഹെഗിമണി ഓഫ് സോഷ്യൽ റിലേഷൻസ് ആർ ഇൻറ്റഗ്രൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് നെക്സസ്. അപ്പം ഈ ബന്ധത്തിൻ്റെ ഇൻ്റഗ്രൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഇന്റർഡിപ്പെൻഡൻസ്, കോൺട്രഡിക്ഷൻസ്, സിമെട്രി ആൻഡ് ഹെഗിമണി ഓഫ് സോഷ്യൽ റിലേഷൻസ്. ഇനി അടുത്ത കാസ്റ്റ് ആൻഡ് മൊബിലിറ്റി. ഓൾദോ കാസ്റ്റ് ഈസ് നോട്ട് റിയലി എ വെരി ഫ്ലെക്സിബിൾ സിസ്റ്റം, യെറ്റ് എ കാസ്റ്റ് പെർമിറ്റ്സ് മൊബിലിറ്റി ഇൻ സർട്ടൻ ഏരിയാസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ, ഇറ്റ് ഈസ് നോട്ട് റിയലി എ ഫ്ലെക്സിബിൾ സിസ്റ്റം. ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യെറ്റ് എ കാസ്റ്റ് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനൊരു ഫ്ലെക്സിബിൾ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില നേരത്ത് നമുക്ക് തോന്നുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. യെറ്റ് എ കാസ്റ്റ് പെർമിറ്റ്സ് മൊബിലിറ്റി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കാസ്റ്റ് പെർമിറ്റ്സ് മൊബിലിറ്റി, ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇൻ എ സർട്ടൻ ഏരിയാസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്.
ചില ഏരിയാസിൽ അതിലെ മെമ്പേഴ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ മാറ്റങ്ങൾ കാസ്റ്റിൻ്റെ മാറ്റമായിട്ട് മൊബിലിറ്റി ആയിട്ട് കാണപ്പെടാറുണ്ട്. എ ഗിവൺ കാസ്റ്റിംഗ് ഗൈഡഡ് ബൈ ദ നോംസ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം റിഗാർഡിംഗ് ഇന്റർകാസ്റ്റ് ഡിപ്പെൻഡൻസി. However, any given caste has also its autonomy with regard to the observance of its practice, rituals, and rights in relation to other castes. ഇനി അടുത്തത് explaining classes. Marxist notion of class and class conflict have become hallmarks of the studies of India's agricultural and urban industrial structure. അപ്പോൾ ഇന്ത്യയുടെ അഗ്രികൾച്ചറലും അതുപോലെ അർബൻ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറും പഠിക്കാനായിട്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ്, ക്ലാസ് അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ്, അതിൽ മാർക്സ് ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയാസ് അത് ഹാൾമാർക്സ് ആണ്. മാർക്സ് ഹിംസെൽഫ് ഡിസ്കസ്ഡ് കാസ്റ്റ് ആൻഡ് ദ ട്രഡീഷണൽ എത്തോസ് ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റി in his 2 articles on India. Initially, Marx characterized as the Asiatic mode of the production as an absence of private property in land and the static nature of economy due to a certain tie-up between caste, agricultural and village handicrafts. ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിക്കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തത് കാസ്റ്റ് ഹൈറാർക്കി ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ദ ദളിറ്റ്സ് ഹാവ് ബീൻ അറ്റാക്ട് മർഡേർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന്. കാസ്റ്റ് ഹൈറാർക്കി ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ദ ദളിറ്റ്സ് ഹാവ് ബീൻ അറ്റാക്ട് മർഡേർഡ്, ദെയർ വുമൺ ഫോൾക്ക് റേപ്ഡ് ആൻഡ് ഇൻഫ്ലിക്റ്റഡ് അപ്പോൺ വിത്ത് വേരിയസ് ഇൻഡിഗ്നിറ്റീസ്. അരുൺ സിംഗ് ഒബ്സർവ് ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലാസ് വാർ. അപ്പം ഇങ്ങനെയുള്ള ദളിത് പല സമയത്തും ദളിതർ പല ഭാഗങ്ങളിലും ആക്രമിക്കപ്പെടുകയും കൊലപ്പെടുകയും അതുപോലെ വുമൺ ഫോൾക്കൊക്കെ റേപ്ഡ് ആയിട്ടുള്ള ആ കണ്ടീഷൻസൊക്കെ ഒത്തിരി നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അരുൺ സിംഗ് ഒബ്സർവ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലാസ് വാർ. ഇതിനൊരു ക്ലാസ് വാറായിട്ടാണ് അരുൺ സിംഗ് ഒബ്സർവ് ചെയ്യുന്നത്. അഗെയിൻസ്റ്റ് ഹരിജൻസ് ആൻഡ് നോട്ട് ഹസാർഡ് അട്രോസിറ്റീസ്. ഇൻ എ ഡിസ്പാച്ച് ടു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, Sinha observed that in the village of Bihar, the rise of a rich peasant class has driven agricultural laborers of all castes, Chamars, Dusadas, Kurmis, Yadavas, Muhimas, and so on, to forsake their caste organization and fight along trade union lines. This is to read as class war. അപ്പം ഇങ്ങനെയുള്ള ഈ കുഴപ്പങ്ങൾ അതെല്ലാം അറിയപ്പെടുന്നത് ക്ലാസ് വാർ എന്നുള്ള ഹെഡിങ്ങിലാണ്. This is to read as class war cutting across caste lines. But the fact is that, പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ that Harijan or Chamar agricultural laborers cannot simply be equated with this Brahmin or Bhumihar counterpart, because the two have the same position in the class structure. അപ്പോൾ ഈ ക്ലാസ് സ്ട്രക്ചറിൽ ബ്രാഹ്മിനും അതുപോലെ ബുഹിമാർ ഇവർക്കൊക്കെ ഒരേ പൊസിഷനാണുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ ഹരിജൻസ് ഇങ്ങനെ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ടു കൂട്ടരാലും ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ദുരുദ്ദേശപരമായിട്ടുള്ളൊരു ആക്രമണമാണ്, അല്ലാണ്ട് വെറുതെ ക്ലാസ് വാർ എന്ന് അതിന് പേര് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ലെന്നും. ദ റിയൽ സിറ്റുവേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഈസ് ദാറ്റ് എ ക്ലാസ് ഓഫ് റിച്ച് പെസൻസ് ഫ്രം ദ ബാക്ക്വേർഡ് കാസ്റ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ക്ലാസ് ഹൈറാർക്കി. അപ്പം ക്ലാസ് ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് റിയൽ സിറ്റുവേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഈസ് ദാറ്റ് ക്ലാസ് ഓഫ് റിച്ച് പീസൻസ്. അപ്പം ധനവാന്മാരായിട്ടുള്ള കൃഷിക്കാർ ക്ലാസ്, അവരുടെ ആ ക്ലാസ്, എ ക്ലാസ് ഓഫ് റിച്ച് പീസൻസ് ഫ്രം ദ ബാക്ക്വേർഡ് കാസ്റ്റസ്. ബാക്ക്വേർഡ് കാസ്റ്റസിൽ നിന്നുള്ള ഒരു വർഗമാണ്, വർഗം വളരെ റിച്ച് ആയിട്ടുള്ള കൃഷിക്കാരാണത്. പക്ഷെ കാസ്റ്റിൽ അവർ ബാക്ക്വേർഡാണ്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ക്ലാസ് ഹൈറാർക്കി. ഈ പൈസ കൂടുതലുള്ളത് കൊണ്ടും റിച്ച് ആയതുകൊണ്ടും അവർ ക്ലാസ് ഹൈറാർക്കിയിൽ, കാസ്റ്റ് ഹൈറാർക്കി അല്ല, ഇറ്റ് ഈസ് ക്ലാസ് ഹൈറാർക്കി. ക്ലാസ് ഹൈറാർക്കിയിൽ അവർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പം കാസ്റ്റ് കൊണ്ട് താഴെയാണെങ്കിലും ബാക്ക്വേർഡ് കാസ്റ്റ് ആണെങ്കിലും ആ വിഭാഗം ധാരാളം ധനമുള്ള കൃഷിക്കാരായതുകൊണ്ട് ആ ക്ലാസിൻ്റെ ഹൈറാർക്കിയിൽ, ക്ലാസ് പല തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പം ആ ക്ലാസിൻ്റെ വർഗീകരണത്തിൽ ഏറ്റവും ടോപ്പിലാണ്. ക്ലാസ് ഹൈറാർക്കിക്കലി ഈ റിച്ച് പേഴ്സൺസ് ആർ ഇൻ
top of the class hierarchy. This class is struggling against the social and political domination of the upper castes. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡോമിനേഷൻ ഓഫ് ദ അപ്പർ കാസ്റ്റിനാൽ ബുദ്ധിമുട്ടാറുണ്ട്. ദ ബാക്ക്വേർഡ് ക്ലാസ്സസ് റിസീവ്ഡ് എൻകറേജ്മെന്റ് ഫോർ accelerating their struggle against the upper caste during the Janata government regime in Bihar. ബീഹാറിൽ ജനതാ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സസ് അപ്പർ ക്ലാസ്സസിന്റെ ഈ ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായിട്ട് ആ ഗവൺമെന്റ് നന്നായിട്ട് ശ്രമിക്കുകയുണ്ടായി. ദ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആർ അറ്റ് ലെവൽ ഇൻ ദ കാസ്റ്റ് ഹയറാർക്കി ആൻഡ് സോ ഈസ് ദെയർ പൊസിഷൻ in class structure. അപ്പോൾ backward classes are at level in the caste hierarchy and so is their position in class structure. അപ്പോൾ backward classes caste hierarchyയിൽ ഏത് ലെവലിൽ നിൽക്കണം അതുപോലെ തന്നെയാണ് ക്ലാസ് സ്ട്രക്ചറിലും. Incidents of violence and exploitation. The incidents of massacre, loot and rape of the women of scheduled caste in Belchi, Agra, Patna Nagar, Marthawada and Bijpur among other places show the role of the caste system vis-a-vis class struggle and class organization as reported by the അത്യാചാർ വിരോധി സമിതി. അപ്പം അത്യാചാർ വിരോധി സമിതി പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പല ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ള ഒത്തിരി ആളുകൾ വളരെയധികം അപകടങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നത്, മോശമായിട്ടുള്ള രീതികളെ നേരിടേണ്ടതായിട്ട് വന്നതായിട്ട് അതിൽ റിപ്പോർട്ടുണ്ട്. ദ ഇൻസിഡൻസ് ഓഫ് മാസ്കർ, ഒന്നിച്ച് അവരെ കൊല്ലുക, അതുപോലെ ലൂട്ട് ചെയ്യുക, കൊള്ളയടിക്കുക. ബെൽച്ചി, ആഗ്ര, പറ്റ്ന നഗറിൽ, അതിൽ മാർത്താവാഡ ആൻഡ് ബജ്റ്റിപൂർ എമംഗ് ദ അതർ പ്ലേസസ്. ഈ പല സ്ഥലത്തും ഇങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒത്തിരി അക്രമങ്ങൾക്ക് ഇരയാകുന്നതായിട്ട് അത്യാചാർ വിരോധി സമിതി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ദ സമിതി ഇൻവെസ്റ്റിഗേറ്റഡ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിപ്രഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ മഹാരാഷ്ട്ര. ദ scheduled castes were also poor peasants and agricultural laborers. The specific oppression and exploitation of the rural poor women, both sexually and materially, particularly of the Dalit women, have been highlighted in the report by the സമിതി. അപ്പോൾ സമിതി പുറപ്പെടുവിച്ച ആ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ലളിത് സ്ത്രീകൾ, അതുപോലെ പാവപ്പെട്ട ആളുകൾ, അവരൊക്കെ വളരെയധികം ക്രൂരതകൾക്ക്, അതുപോലെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള ചൂഷണത്തിന് അവരെ ഇരയായിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സമിതി വ്യക്തമാക്കുകയുണ്ടായി. ദ ഫൈൻഡിങ്സ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ദ സമിതി ഓൺ കാസ്റ്റ് ആർ ക്വൈറ്റ് മീനിങ്ഫുൾ ആസ് കാസ്റ്റ് ഈസ് സീൻ ആസ് എ സിസ്റ്റം ഓഫ് റിലേഷൻ ഓഫ് production. The ongoing conflict between Ribindsena and ultra left out of it Bihar has led to killing and counter killing of the poor low caste people and the upper caste Brahmanes in particular. അപ്പോൾ അതിൽ ആ ഫോളോയിങ് പോയിന്റ്സ് മേ ബി നോട്ടഡ്. അതിൽ കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ഫസ്റ്റ്, ദ കാസ്റ്റ് സിസ്റ്റം ഫങ്ഷൻസ് ആസ് ആൻ എക്സ്ട്രീംലി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഒരു ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന കാസ്റ്റ് ഡിറ്റർമിൻസ് എ ഡെഫിനിറ്റ് റിലേഷൻ ടു ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സബ്സിസ്റ്റൻസ്, സ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ കാസ്റ്റ് വളരെ വലിയൊരു സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ട്. കാസ്റ്റ് റൈറ്റ്സ് റിഫ്ലക്ട് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ് ഇൻട്രസ്റ്റ്. അപ്പം പലപ്പോഴും ക്ലാസ് റൈറ്റ്സ്, അവരിലുണ്ടാകുന്ന ആ തർക്കങ്ങൾ, ബഹളങ്ങളൊക്കെ പിന്നീട് ക്ലാസ് ഇൻട്രസ്റ്റിന്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറ്റപ്പെടാറുണ്ട്. കാസ്റ്റ് ഓൾസോ റെഫേഴ്സ് to the relation of production as it controls the access of groups and individuals to the condition of production and to the resources, and provide the social framework for political rituals. Fourth, B.R. Ambedkar rightly observed that the caste system was not merely a division of labor but also a division of labors. ഒരു തൊഴിലിൻ്റെ ഒരു ഡിവിഷൻ അല്ല, തൊഴിലാളികളുടെ ഒരു ഡിവിഷനാണെന്നാണ് B.R. അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്. However, caste prevents laborers from being a class for itself. Hence, caste is to be viewed as an ideology in the manner of false consciousness. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്തത് യൂണിറ്റ് 8 ആണ്, റേസ് ആൻഡ് എത്നിസിറ്റി.
ഡിഫൈനിങ് റേസ് എങ്ങനെയാണ് റേസിനെ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കുക. ഇൻ എ കോമൺ പാർലൻസ് റേസ് ഈസ് അണ്ടർസ്റ്റുഡ്. റേസ് വംശം എന്ന് പറയുന്നതാണ് റേസ്. അപ്പോൾ ഇൻ എ കോമൺ പാർലൻസ് റേസ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് ദ എക്സ്റ്റേണൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വേരിയസ് ഹ്യൂമൻ ബീയിങ്സ് whose categorization depends upon such features like the skin color, facial features, height, etc. അപ്പോൾ ഒരു റേസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ്. സ്കിന്നിൻ്റെ കളറ്, അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, അവരുടെ ഉയരം, അപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് റേസിനെ തിരിച്ചറിയുക. Race is thus the category of human being due to some of the physical features including skin color and other facial features. If we see people from various continents and countries, പല കോണ്ടിനെൻറ്റിൽ നിന്നും കൺട്രീസിൽ നിന്നുള്ള ആളുകൾ, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, we will see that most of the people of Europe are largely having fair skin, whereas people of Africa are often having black skin. അപ്പോൾ യൂറോപ്പ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളുടെ സ്കിൻ നല്ല കളറുള്ളതായിരിക്കും, വൈറ്റ് ആയിരിക്കും, എങ്കിൽ ആഫ്രിക്കൻ ബ്ലാക്ക് സ്കിന്നിൻ്റെ ഉടമകളാണ്. അപ്പാർട്ട് ഫ്രം ദ സ്കിൻ കളർ, സം പീപ്പിൾ ഹാവ് കേളി ഹെയർ, സം ഹാവ് സ്ട്രെയിറ്റ് ഹെയർ, സം പീപ്പിൾ ആർ ഷോർട്ട് ആൻഡ് സം ആർ റിലേറ്റീവ്ലി ടോളർ. സിമിലർലി വി ക്യാൻ സി ഡിഫറൻസസ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് നോസ്, ലിപ്സ് എക്സെട്ര. അപ്പോൾ അതുപോലെ തന്നെ മൂക്കിൻ്റെ നീട്ടം, ലിപ്സിൻ്റെ ആകൃതി, അതുപോലെ തന്നെ മുടിയുടെ രീതികൾ, അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് പല റേസിനെ തരംതിരിക്കാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് ഡിഫറൻസസ് പീപ്പിൾ ആർ കപ്ഡ് ഇൻ വേരിയസ് ഗ്രൂപ്പ്സ് പോപ്പുലർലി നോൺ ആസ് റേസ് സച്ച് ആസ് കൊക്കാസിയൻ, മംഗോളിയൻ, നീഗ്രോയിഡ് എക്സെട്ര. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേസിനെ തരംതിരിച്ച് കാണുന്നത്. പക്ഷേ ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു രീതിയല്ലെന്നാണ് ഇപ്പോൾ പറയണം. ബയോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ആളുകളെ തിരിച്ചറിയുന്ന രീതി, ഇറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക് എന്നാണ് ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് പറയുന്നത്. ഇനി അടുത്തത് എത്നിസിറ്റി, ഹിസ്റ്ററി, ഡെഫിനിഷൻ ആൻഡ് എലിമെൻറ്റ്സ്. ഹിസ്റ്ററി ഓഫ് ദ കൺസെപ്റ്റ്. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദ വേർഡ് എത്നിക് ഹാസ് എ ലോങ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓഫ് എത്തനോസ്. അപ്പോൾ എത്തനോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എത്നിസിറ്റി, എത്നിക് എന്നുള്ള ആ വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് മീനിങ് നേഷൻ. അപ്പോൾ എത്തനോസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആണ് നേഷൻ, വിച്ച് ഈസ് നോട്ട് ഡെപിക്റ്റഡ് ആസ് എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ബട്ട് ആസ് എ യൂണിറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് കോമൺ ബ്ലഡ് ഓർ ഡിസെൻഡ്. അപ്പോൾ ഇവിടെ ഈ നേഷൻസ് ഇവിടെ ഉദ്ദേശിച്ച എത്നിക്, എത്തനോസ് എന്നുള്ള ആ നേഷൻ എന്നുള്ള ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥത്തിൽ നിന്ന് ഉൾത്തിരിയുന്നത് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ബട്ട് ആസ് എ യൂണിറ്റ് ഓഫ് പേഴ്സൺ. ഇറ്റ് ഈസ് നോട്ട് ഡെപിക്റ്റഡ് ആസ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി. അതൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടല്ല കാണുന്നത്, ബട്ട് ആസ് എ യൂണിറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് കോമൺ ബ്ലഡ് ഓർ ഡിസെൻറ്റ്. കോമൺ ബ്ലഡ് അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശമുള്ള ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉമ്മൻ യൂസിങ് ദ ഫ്രഞ്ച് വേർഷൻ ഓഫ് എത്നിക്സ്. ഇനി ഉമ്മൻ എന്നുള്ള അദ്ദേഹം 1990 എത്നിസിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് വേർഷൻ എത്നിക്സിൻ്റെ അടുത്ത്, നെയ്മലി എത്തിനി ഡിഫൈൻസ് them as a people characterized by a common history, tradition, language and lifestyle. അപ്പോൾ അവിടെ ഈ എത്തിനീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ക്യാരക്ടറൈസ്ഡ് ബൈ എ കോമൺ ഹിസ്റ്ററി, ഒരു പൊതുവായിട്ടുള്ള ചരിത്രം, ട്രഡീഷൻ പരമ്പര, അതുപോലെ ലാംഗ്വേജ് ഭാഷ, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ. അപ്പം ഇതിലൊക്കെ ഒരു പൊതുവായിട്ടൊരു കോമൺ ഹിസ്റ്ററി, ട്രഡീഷൻ, ലാംഗ്വേജ്, ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആളുകളെ ഒന്നിച്ച് പറയണതാണ് എത്തിനീസ് എന്ന്. However, he also added the feature of uprootedness from home. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കൂടി പറയണ്ടായി, അവനവൻ്റെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വലിച്ചെറിയപ്പെട്ടവർ. ഹി ഓൾസോ ആഡഡ് ദ ഫീച്ചർ ഓഫ് uprootedness from home to this definition. In other words, for him, ethnicity emerges when people are uprooted from their homeland due to conquest, colonization or immigration. അപ്പോൾ കോളനൈസേഷൻ അല്ലെങ്കിൽ കോൺകസ്റ്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ, ഈ കാരണങ്ങളാൽ സ്വന്തം രാജ്യത്തിൽ നിന്ന് വേർവിട്ട്
നാട്ടു പോരേണ്ടതായിട്ട് വന്ന ആളുകൾ, എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി പാർപ്പിക്കപ്പെടുകയോ പാർക്കുന്നവരുമായിട്ടുള്ള ആളുകൾ. ആൻഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ എ ന്യൂ സെറ്റിങ്സ്. അപ്പൊ ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പുതിയ സെറ്റിങ്സിൽ ഒന്നിച്ച് ജീവിക്കുക, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ എത്തിനിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് ഉമ്മൻ പറയുന്നത്. ഇഫ് സച്ച് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ ആർ away from their homeland and yet continue to follow their native lifestyle, they are ethnies. അപ്പൊ if such ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, ഇങ്ങനെ പുറത്താക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അകന്നുപോയ ആളുകൾ, അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്നും സ്വന്തം രാജ്യത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നട്ട് ഈ ആളുകൾ യെറ്റ് കണ്ടിന്യൂ ടു ഫോളോ ദെയർ നേറ്റീവ് സ്റ്റൈൽ, ദേ ആർ എത്തിനീസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ വേറൊരു സ്ഥലത്ത് ചെന്നാലും അവരുടെ പഴയ ലൈഫ് സ്റ്റൈലാണ് അവരുടെ നേറ്റീവ് സ്വദേശത്ത് അവർ ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് അവർ പിന്നീട് ചെല്ലുന്ന സ്ഥലത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എത്തിനിസിറ്റിയുടെ പ്രത്യേകത. അവർ മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് വന്നതാണ്, പക്ഷേ ഒരേ ലൈഫ് സ്റ്റൈല്, അതുപോലെ ഒരേ ട്രഡീഷൻ, ഒരേ ഹിസ്റ്ററി, ഒരേ ലാംഗ്വേജ് ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ വേറെ എവിടെ ചെന്നാലും അവരുടേതായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. Early conceptions of ethnicity. A look at the literature reveals 3 popular conceptions of ethnicity. അപ്പോൾ 3 പോപ്പുലർ കൺസെപ്ഷൻസ് ആണ് എത്തിനിസിറ്റിക്ക് ഉള്ളത്. അപ്പോൾ അത് ബയോളജിക്കൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ. ആ 3 കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ. ഇനി എത്തനിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോൾ ബ്രാസ് ഡിസ്കസ് 3 ways ഓഫ് ഡിഫൈനിങ് എത്തനിക് ഗ്രൂപ്പ്. അപ്പോൾ പോൾ ബ്രാസ് എത്തനിക് ഗ്രൂപ്പിനെ 3 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ് ആട്രിബ്യൂട്ട്സ്, വസ്തുനിഷ്ഠമായിട്ടുള്ള ആ ഗുണവിശേഷങ്ങൾ നോക്കിയിട്ട്. അപ്പൊ ഫസ്റ്റ് ഡിവിഷൻ അതാണ് ഗ്രൂപ്പിന്റെ, ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ് ആട്രിബ്യൂട്ട്സ്. ബൈ റെഫറൻസ് ടു സബ്ജക്റ്റീവ് ഫീലിങ്സ്. മറ്റത് ആത്മപരമായിട്ടുള്ള ആ ഫീലിംഗ്, ബൈ റെഫറൻസ് ടു സബ്ജക്റ്റീവ് ഫീലിംഗ്. ആൻഡ് ഇൻ തേർഡ് വൺ ഇൻ റിലേഷൻ ടു ബിഹേവിയർ. അങ്ങനെ ഈ 3 കാര്യങ്ങളിൽ ഒത്തുചേരുന്നവരെയാണ് എത്തനിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പോൾ ബ്രാസ്. ആ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ് ആട്രിബ്യൂട്ട്സ്, അതുപോലെ ബൈ റെഫറൻസ് ടു സബ്ജക്റ്റീവ് ഫീലിംഗ്, ആൻഡ് ഇൻ റിലേഷൻ ടു ബിഹേവിയർ. The first definition implies that there are some distinguishing objective cultural features that separate one group from the other, languages, territory, religion, dress, etc. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഓൾ ദീസ് ആർ കോൾഡ് എത്തനിക് മാർക്കേഴ്സ്. അപ്പം ഈ അടയാളങ്ങളെയൊക്കെ എത്തനിക് മാർക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. The second conception of ethnicity involves a new thinking which differentiated race from ethnicity. അതുപോലെ the third conception of ethnicity defines it in terms of the consciousness of a common identity. അപ്പോൾ ഇതൊക്കെയാണ് എത്തനിസിറ്റിയുടെ പ്രത്യേകതകൾ. ഈ എത്തനിസിറ്റിനെ കുറിച്ചും പലപ്പോഴും ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ എത്തനിക് ഗ്രൂപ്പും ഷോർട്ട് നോട്ടിൽ ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. ഇനി മേജർ എലിമെന്റ്സ് ഓഫ് എത്തനിസിറ്റി. Of the 2 major elements of ethnicity, namely the presence of objective external marks and subjective awareness. അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് മേജർ ആയിട്ടുള്ള എലിമെന്റ്സ് ഓഫ് എത്തനിസിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എക്സ്റ്റേണൽ മാർക്സ്, പുറത്ത് നമ്മൾ നോക്കി കാണപ്പെടുന്ന ആ അടയാളങ്ങൾ, അതുപോലെ ആൻഡ് സബ്ജക്റ്റീവ് അവയർനെസ്, സ്വന്തം അവനവനെ കുറിച്ചുള്ള ഒരു ബോധം, അവയർനെസ്, ആത്മപരമായിട്ടുള്ള ആ ബോധം, അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ദ 2 മേജർ എലിമെന്റ്സ് ഓഫ് എത്തനിസിറ്റി, നെയിംലി ദ പ്രസൻസ് ഓഫ് ഒബ്ജക്റ്റീവ് എക്സ്റ്റേണൽ മാർക്കേഴ്സ് ആൻഡ് ദ സബ്ജക്റ്റീവ് അവയർനെസ്, ദാറ്റ് ഈസ് ദ consciousness is considered more significant since genetic and cultural similarities are seen as the givens of social existence.
അടുത്തത് എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ സിസ്റ്റം വെയർ ബൈ പീപ്പിൾ ആർ അൺഈക്വലി റാങ്ക്ഡ് ആൻഡ് റിവാർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് വെൽത്ത്, പവർ, മീറ്റ്, പ്രസ്റ്റീജ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ സിസ്റ്റം വെയർ ബൈ പീപ്പിൾ ആർ അൺഈക്വലി റാങ്ക്ഡ്. ആളുകൾ അസമത്വത്തിലുള്ളത്. സമതയുള്ളിടത്ത് സ്ട്രാറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല, അസമത്വം ഉള്ളിടത്താണ് സ്ട്രാറ്റിഫിക്കേഷൻ വേണ്ടത്. അതുകൊണ്ടാണ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ സിസ്റ്റം വെയർ ബൈ പീപ്പിൾ ആർ അൺഈക്വലി റാങ്ക്ഡ് ആൻഡ് റിവാർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് വെൽത്ത്, പവർ ആൻഡ് മിറ്റ്, പ്രസ്റ്റീജ്. അപ്പോൾ വെൽത്ത്, പവർ, അതുപോലെ സ്റ്റാറ്റസ്, ഇതിൻ്റെയൊക്കെ ഇത് ബേസിൽ അൺഈക്വലായിട്ട് ആളുകൾക്ക് റിവാർഡ് ചെയ്യണതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എവറി സൊസൈറ്റി. മിഡ് ടേക്ക് പ്ലേസ് വേരിയസ് ഫോംസ് ലൈക്ക് ക്ലാസ്, ജെൻഡർ, റേസ്, മിഡ് ഓഫ് കോഴ്സ്, എത്നിസിറ്റി. അപ്പോൾ ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് വെരി നെസസറി ഫോർ എ സൊസൈറ്റി. അതുപോലെ എപ്പോഴും ഒരു സൊസൈറ്റിയിലുള്ള ഒരു കാര്യം തന്നെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ. സൊസൈറ്റി എന്ന് ഉടലെടുത്ത് അന്ന് മുതൽ നമുക്ക് കാണാം സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷനും ഉണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എവരി സൊസൈറ്റി. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എവരി സൊസൈറ്റി. മിറ്റ് മേ ടേക്ക് വേരിയസ് ഫോംസ് ലൈക്ക്. അപ്പോൾ ആ സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നത് പല രീതിയിലാണ്. അതിൽ ക്ലാസ് ഉണ്ട്, ജെൻഡറായിട്ട് വരും, റേസ്, മിറ്റ് ഉണ്ട്, ഓഫ് കോഴ്സ് എത്നിസിറ്റി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരണതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നത് വെൽത്ത്, പവർ ആൻഡ് സ്റ്റാറ്റസ് ആണ്. ഇനി അതുകൂടാതെ തന്നെ ഈ വെൽത്ത്, പവർ, സ്റ്റാറ്റസ് ഒക്കെ മാറുമ്പോൾ വേറെ രീതിയിലും വരുന്നുണ്ട്. അതുപോലെ ക്ലാസ്, ജെൻഡർ, റേസ്, മിറ്റ്, ഓഫ് കോഴ്സ് എത്നിസിറ്റി. അപ്പോൾ ക്ലാസും ജെൻഡറും റേസും അതുപോലെ എത്നിസിറ്റിയും സ്ട്രാറ്റിഫിക്കേഷൻ കാരണമാകുന്നുണ്ട്. The earlier studies of stratification used to focus on the phenomena of caste, mid, race, while gender and ethnicity were treated as side issues. അപ്പോൾ ഏറ്റവും ആദ്യം കാസ്റ്റിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ജെൻഡർ ആൻഡ് എത്നിസിറ്റി, ജെൻഡറിനെയും അതുപോലെ എത്നിസിറ്റിനെയും അതിൻ്റെ ഒരു സൈഡ് ഇഷ്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. ഹവർ ഓഫ് ലേറ്റ് നോട്ട് ഓൺലി ഹാവ് എത്നിസിറ്റി ആൻഡ് ജെൻഡർ ബീൻ ഗെറ്റിംഗ് സം അറ്റൻഷൻ ഇൻ സ്ട്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ എത്നിസിറ്റിയും ജെൻഡറും മാത്രമല്ല, അതേ കൂടാതെ but ethnic stratification is even replacing class as the foremost form of social division. Classineയാണ് ethnic stratification is even replacing class as the foremost form of social division, since now property relation tend to be determined by ethnic ranking instead of it being in the other way around. അപ്പോൾ ക്ലാസ്സിനേക്കാളും കൂടുതൽ സ്ഥാനം എത്നിക് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷനിൽ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നത് ഇപ്പോൾ എത്നിക് ഫോം കൂടിയാണ്, അപ്പോൾ എത്നിസിറ്റി കൂടിയാണ്. അതുകൊണ്ട് ദ മോഡൽ ഓഫ് ഇന്റേണൽ കൊളോണിയലിസം ഈസ് യൂസ് ടു അനലൈസ് എത്നിക് റീസർജൻസ് വിത്ത് കോൺഫ്ലിക്ട്സ് ബൈ ഹൈലൈറ്റിംഗ് ദ ഡൊമിനന്റ് ഗ്രൂപ്പ്സ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കൾച്ചറൽ ഡോമിനേഷൻ ഓവർ ദ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് ദെയർ ideological justification of this unequal relationship. Ethnic stratification shares a lot of things with the other forms of stratification such as ranking, ഇൻഈക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, എക്സെട്ര. അതൊക്കെ ഈ എത്നിക് സ്ട്രാറ്റിഫിക്കേഷനിൽ കൂടി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. റാങ്കിങ്, ഇൻഈക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, എക്സെട്ര. ഹവർ there is one crucial difference. Ethnic groups have the capability to acquire independent nation, an option which is not available to class, mid-gender groups. അതാണ് ക്ലാസ്, മിഡ്-ജെൻഡർ ഗ്രൂപ്പ്സും അതുപോലെ എത്നിക് ഗ്രൂപ്പ്സും തമ്മിലുള്ള വ്യത്യാസം. എത്നിക് ഗ്രൂപ്പ്സ് have the capability to acquire independent nation. ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ഉണ്ടാക്കാൻ എത്നിക് ഗ്രൂപ്പിന് പറ്റും, പക്ഷേ ഒരു ക്ലാസ്സിനോ ജെൻഡറിനോ അങ്ങനെ ഒരു നേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. എത്നിക് നാഷണലിസം. മെമ്പർഷിപ്പ് ഓഫ് ആൻ എത്നിക് ഗ്രൂപ്പ് ടെൻസ് ടു ഡിറ്റർമിൻ എ പേഴ്സൺ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. ഇപ്പോൾ ഒരാളുടെ സ്റ്റാറ്റസ് സൊസൈറ്റിയിലുള്ളതാണ് ഒരു എത്നിക് ഗ്രൂപ്പിലെ മെമ്പർഷിപ്പ് കാണിക്കുന്നത്. ദിസ് ക്യാൻ ഒക്കർ ഇൻ 2 ways. 2 രീതിയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. സോഷ്യൽ റിവാർഡ്സ് ലൈക്ക് മണി, പ്രസ്റ്റീജ്, മിഡ് പവർ മീ ഓഫൺ അലോക്കേറ്റഡ് അലോങ് എത്നിക് ലൈൻസ്. അപ്പോൾ ഈ മണി, പ്രസ്റ്റീജ്, പവർ ഇതെല്ലാം എത്നിക് ലൈൻസിൽ കൂടി വരുന്നുണ്ട്. സെക്കൻഡ്ലി, ഇൻ മോസ്റ്റ് സൊസൈറ്റീസ് one or more ethnic group dominate others in economic, political and cultural matters. Ethnic politics can therefore take the appearance of ethnic stratification, resulting
ദ എമർജൻസ് ഓഫ് എത്തനിക് നാഷണലിസം. അപ്പോൾ എത്തനിക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എത്തനിക് നാഷണലിസം എന്നുള്ളതിൻ്റെ ഉദയം. ആസ് എ ഡിസ്കസ്ഡ് ഏർലിയർ, എത്തനിക് ഐഡന്റിറ്റി മേ സംടൈംസ് ബി റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ നെസസിറ്റീസ് ആൻഡ് ഡിമാൻഡ്സ്. ഇനി അടുത്തത് നാഷൻ ആൻഡ് എത്തനിക് ഗ്രൂപ്പ്. ദ കൺസെപ്റ്റ് ഓഫ് നാഷൻ, നാഷൻ സ്റ്റേറ്റ്, നാഷണാലിറ്റി, നാഷണൽ മൈനോറിറ്റി എക്സെട്ര arose with the rise of capitalism in Western Europe and spread to the rest of the world. Nation is derived from the Latin word nasi, meaning to be born, and Latin noun nationum, breed or race. It is historically evolved. Stable uniformity of languages, territory. അപ്പം ഒരു നാഷൻ എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകേണ്ട ഘടകങ്ങൾ, ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. യൂണിറ്റി ഓഫ് ലാംഗ്വേജസ്, ടെറിട്ടറി, എക്കണോമിക്, ലൈഫ് ആൻഡ് സൈക്കോളജിക്കൽ മേക്കപ്പ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ദ ഫോം ഓഫ് എ കോമൺ കൾച്ചർ. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എത്തനിക് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതൊരു എത്തനിക് കമ്മ്യൂണിറ്റിയും കൂടി ആയിരിക്കണം അവിടെയുള്ളത്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എത്തനിക് കമ്മ്യൂണിറ്റി വിച്ച് ഈസ് പൊളിറ്റൈസൈസ്ഡ്. ഈ എത്തനിക് കമ്മ്യൂണിറ്റി പൊളിറ്റൈസ്ഡ് ചെയ്യുമ്പോൾ ആൻഡ് ഹാസ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഗ്രൂപ്പ് റൈസ് ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. Women holds that national and ethnic groups share many features but differ on a crucial point, namely territory. അപ്പം ഈ വുമൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. നാഷനും എത്തനിക് ഗ്രൂപ്പും പല ഫീച്ചേഴ്സും ഇതിന് ഒരേപോലെയുള്ളതുണ്ട്, പക്ഷെ ഒരു കാര്യത്തിന് മാത്രം വ്യത്യസ്തതയുണ്ട്, ടെറിട്ടറി. ആൻഡ് എത്തനിക് ഗ്രൂപ്പ് ബിക്കംസ് എ നാഷൻ ഓൺലി വെൻ ഇറ്റ് ഐഡന്റിഫൈസ് ഇറ്റ് സെൽഫ് വിത്ത് എ ടെറിട്ടറി. ഒരു എത്തനിക് ഗ്രൂപ്പ് ഒരു നാഷനായിട്ട് മാറണമെങ്കിൽ അതിന് ഈ പറഞ്ഞ ക്വാളിറ്റീസിന് പുറമെ ടെറിട്ടറി കൂടി ഉണ്ടാവണം. ഒരു വാസസ്ഥലം, യോഗ്യമായിട്ടുള്ളൊരു ടെറിട്ടറിയും കൂടി ഉണ്ടായാലേ അതൊരു നാഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. കോൺട്രറിലി നാഷൻ becomes an ethnic community when the members are separated from their homeland. No single features of ethnic groups can be identified as being more important than the others. Each gains importance in different situations, but a nation cannot be a nation without a territory. ഒരു നാഷൻ ആകണമെങ്കിൽ ടെറിട്ടറി വേണം. Thus he rails ethnic group passive nations, group with the potential to become nations, while nations are active ethnicity as they emerge out of ethnic elements. ഇനി അടുത്തത് നാഷണലിസം ആൻഡ് എത്തനിസിറ്റി. നാഷണലിസം റെഫേഴ്സ് ടു ദ എക്സ്പ്രസ്ഡ് ഡിസയേഴ്സ് ഓഫ് എ പീപ്പിൾ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എ സെൽഫ് ഗവേണിംഗ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി. അപ്പം നാഷണലിസം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യണത് അവിടെയുള്ള ആളുകളുടെ ആ ഒരു ഡിസയർ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എ സെൽഫ് ഗവേണിംഗ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി. ഇറ്റ് ഹാസ് പ്രൂവൺ ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സസ് ഇൻ ദ കണ്ടംപററി വേൾഡ്, ബോത്ത് എ ക്രിയേറ്റർ ആൻഡ് ഡിസ്ട്രോയർ ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ്. നാഷണാലിറ്റി ആൻഡ് എത്തനിസിറ്റി ആർ റിലേറ്റഡ്. ഈ നാഷണാലിറ്റിയും അതുപോലെ എത്തനിസിറ്റിയും രണ്ടും റിലേറ്റഡ് ആണ്. റിലേറ്റഡ് യെറ്റ് ഡിഫറൻറ്റ്, റിലേറ്റഡ് ടു ആണ്, അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളുമായിട്ടുള്ളതാണ്. എത്തനിസിറ്റി മേ ബിക്കം നാഷണലിസം. എത്തനിസിറ്റിക്ക് വേണമെങ്കിൽ നാഷണലിസം ആയിട്ട് മാറാം. ആൻഡ് നാഷണലിസം ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ റിയൽ ഓർ എസ്യൂംഡ് എത്തനിക് ടൈസ്. അപ്പോൾ നാഷണലിസം എപ്പോഴും ബേസ്ഡ് ഓൺ റിയൽ ഓർ അസ്യൂംഡ്, യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ അസ്യൂംഡ് ആയിട്ടുള്ള എത്തനിക് ടൈസ് കൊണ്ടാണ് നാഷണലിസം ഉണ്ടാകുന്നത്. അറ്റ് ദ ഹാർട്ട് ഓഫ് നാഷണലിസം ലൈ ദ ത്രീ തീംസ് ഓഫ് ഓട്ടോണമി, യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. അപ്പം നാഷണലിസിന്റെ സെന്റർ അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓട്ടോണമി, യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഓട്ടോണമി ഇംപ്ലൈസ് ആൻ എഫോർട്ട് ബൈ പീപ്പിൾ ടു ഡിറ്റർമിൻ ദെയർ ഓൺ ഡെസ്റ്റിനി ആൻഡ് free themselves from external constraint. Unity means ending internal division and uniting, and identity involves an effort by a group to find and express their authentic cultural heritage and identity. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. Thus nationalism is a form of ethnicity in which a particular ethnic identity is crystallized and institutionalized by acquiring a political agenda. Nations are created when ethnic groups in a multi-ethnic state are transformed into a self-conscious political entities. Hence, it is the goals of the sovereignty and self-determination that set nationalism are part of from ethnicity. Development of nationality. According to Brass, there are two steps in the formation of nationality. Nationality form ചെയ്യണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ബ്രാസ് പറയുന്നത്. ഫസ്റ്റ്, there is a
ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ എത്തനിക് കാറ്റഗറി ഇൻ ടു എ കമ്മ്യൂണിറ്റി. അത് എത്തനിക് കാറ്റഗറി ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം. വിച്ച് ഇൻവോൾവ്സ് ചേഞ്ചസ് ലൈക്ക് ക്രിയേഷൻ ഓഫ് എ സെൽഫ് കോൺഷ്യസ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്, formation of a caste association, etc. This happens in the early stages of modernization in multi-ethnic societies where social divisions of various kinds are still prevalent. ഇനി ദ സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ രണ്ട് സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ഇൻവോൾവ്സ് ദ ആർട്ടിക്കുലേഷൻ ആൻഡ് അക്വിസിഷൻ ഓഫ് സോഷ്യൽ, എക്കണോമിക് and political rights for the members of the group or for the group as a whole. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും ആ ഗ്രൂപ്പ് മുഴുവനും ഒരു ആർട്ടിക്കുലേഷൻ ആൻഡ് അക്വിസിഷൻ ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആ മെമ്പേഴ്സിന് ലഭിക്കണം. വെൻ ദ ഗ്രൂപ്പ് സക്സീഡഡ് ബൈ ഇറ്റ്സ് ഓൺ എഫോർട്സ് ഇൻ അച്ചീവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് റൈറ്റ്സ്, അങ്ങനെ ഗ്രൂപ്പ് റൈറ്റ്സ് നേടിയെടുക്കാനായിട്ട് ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ ത്രൂ പൊളിറ്റിക്കൽ ആക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇറ്റ് ഗോസ് ബിയണ്ട് എത്തനിസിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ് ആസ് എ നാഷണാലിറ്റി. അപ്പോൾ അത് എത്തനിസിറ്റിയിൽ നിന്ന് മാറി അവരുടെ ആ ഗ്രൂപ്പ് റൈറ്റ്സ് എല്ലാം അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യത്തിൽ വിജയിക്കപ്പെട്ട് അങ്ങനെ പൊളിറ്റിക്കൽ ആക്ഷൻസിൽ കൂടിയും പൊളിറ്റിക്കൽ മൊബിലൈസേഷനിൽ കൂടിയൊക്കെ എസ്റ്റാബ്ലിഷ് ഇറ്റ്സെൽഫ് ആസ് എ നാഷണാലിറ്റി. ഈ എത്തനിസിറ്റി ഒരു നാഷണാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. However, why does this ethnicity become nationality? This question is answered by the relative deprivation approach, which focuses our attention on the feeling of frustration caused by the differences between what people feel they legitimately deserve and what they actually get. Ethno-nationalism, the Indian case. Sharma has described how ethnic antagonism has posed 4 serious challenges to the Indian state. Indian സ്റ്റേറ്റിൽ 4 challenges എത്തനിക് അന്റഗോണിസം മൂലം ഉണ്ടാകാറുണ്ടെന്നാണ് ശർമ്മ പറയുന്നത്. 1991 അദ്ദേഹം ഇത് പറഞ്ഞത്. ഫസ്റ്റ് കാസ്റ്റിസം, സെക്കൻഡ് കമ്മ്യൂണലിസം, അതുപോലെ തേർഡ് നേറ്റിവിസം, ഫോർത്ത് എത്തനോ നാഷണലിസം. അപ്പോൾ ഇത്തരമാണ് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ ഇവിടെ ഈ കീ വേർഡ്സിൽ പറഞ്ഞേക്കുന്ന ഇപ്പോൾ കൾച്ചറൽ എത്തനിസിറ്റി, കൾച്ചറൽ മാർക്സേഴ്സ്, എമർജന്റ് എത്തനിസിറ്റി, അതുപോലെ എത്തനിക് കോൺഷ്യസ്നെസ്, എത്തനിക് ഗ്രൂപ്പ്, എത്തനിക് നാഷണലിസം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നിരിക്കുന്ന വിവരണങ്ങൾ അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അറിവാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അവിടെ എഴുതാനായിട്ടുള്ളത്. ഇപ്പോൾ എത്തനിക് നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫിനോമിന ഓഫ് എത്തനിക് ഗ്രൂപ്പ്സ് ഡിമാൻഡിങ് എ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് autonomy, a national status or country of their own. അതുപോലെ എത്തനിക് സ്ട്രാറ്റിഫിക്കേഷൻ, ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ് ഓൺ എത്തനിക് ലൈൻസ് ഇൻ എ സൊസൈറ്റി. ഇറ്റ് ഈസ് കോൾഡ് എത്തനിക് സ്ട്രാറ്റിഫിക്കേഷൻ. അതുപോലെ എത്തനിസിറ്റി, എ ഷെയർഡ് ഓർ റിയൽ ഓർ ഇമാജിൻഡ് റേഷ്യൽ, ലിംഗ്വിസ്റ്റിക് ഓർ കൾച്ചറൽ ഐഡന്റിറ്റി ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എത്തനിസിറ്റി. അതുപോലെ ജനറിക് എത്തനിസിറ്റി, ആൻ ഐഡന്റിറ്റി ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് കൾച്ചറൽ ഫീച്ചേഴ്സ്, അതിനെയാണ് ജനറിക് എത്തനിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർനാഷണൽ കൊളോണലിസം എന്ന് പറഞ്ഞാൽ എ കൺസെപ്റ്റ് യൂസ് ടു ഡിസ്ക്രൈബ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ റീജിയൻ വിത്തിൻ ദ സെയിം സൊസൈറ്റി ആൻഡ് ദ അൺപ്രിവിലേജ്ഡ് സ്റ്റാറ്റസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മൈനോറിറ്റി വിത്തിൻ എ സൊസൈറ്റി. അതുപോലെ നേഷൻ എന്ന് പറഞ്ഞാൽ എ കൺട്രി ഓർ പോപ്പുലസ് ഓഫ് എ കൺട്രി കണക്റ്റഡ് സപ്പോസ്ഡ് ബൈ എ കോമൺ ബ്ലഡ് ടൈസ് ആൻഡ് അണ്ടർ എ സിംഗിൾ ഗവൺമെന്റ്. ഇനി നാഷണലിസം, expression of the desire of a people to establish a self-governing political entity. അതിനെയാണ് നാഷണലിസം എന്ന് പറഞ്ഞാൽ. എക്സ്പ്രഷൻ ഓഫ് ദ ഡിസയർ, ആളുകളുടെ ആഗ്രഹം, ഓഫ് പീപ്പിൾ ടു എസ്റ്റാബ്ലിഷ് എ സെൽഫ് ഗവേണിംഗ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി. ഇനി പൊളിറ്റിക്കൽ എത്തനിസിറ്റി മീൻസ് പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ് മൊബിലൈസേഷൻ ഓഫ് ഗ്രൂപ്പ് ഓൺ എത്തനിക് ലൈൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ എപ്പോഴും ഇതിന് പ്രത്യേക ഓരോ ചാപ്റ്ററിന്റെ താഴെ ചില പ്രധാനപ്പെട്ട വാക്കുകളുടെ കീവേഡ്സിന്റെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ്സിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും ആദ്യം നോക്കിയിട്ട് വേണം ലെസണിൽ കൂടി കടന്നു പോകേണ്ടത്. ഇനി ഈ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അത് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് വളരെയേറെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ വാട്ട് ഈസ് റേസ് അല്ലേ, പിന്നെ അതുപോലെ ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് റേസ്, അതാണ് ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത്. പിന്നെ റേസിസം എന്താണെന്ന്. അതുപോലെ ചെക്ക് യുവർ പ്രോഗ്രസ് 2-ല്
ചോദിച്ചേക്കണത് എത്നിക് ഗ്രൂപ്പ്സ് അതിൻ്റെ ഒരു നിർവചനമാണ് ചോദിച്ചേക്കുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ എന്തായിരുന്നു എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാസ് സം ഒബ്ജക്റ്റീവ് കൾച്ചർ ഫീച്ചേഴ്സ് ദാറ്റ് സെപ്പറേറ്റഡ് ഇറ്റ് ഫ്രം അതർ ഗ്രൂപ്പ്സ്. സെക്കൻഡ്ലി ഇറ്റ് പൊസസ് ആൻ എത്നിക് സെൽഫ് കോൺഷ്യസ്നെസ്. അപ്പോൾ എത്നിക് ഗ്രൂപ്പിന് ചില ഒബ്ജക്റ്റീവ് കൾച്ചർ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഇറ്റ് പൊസസ് എത്നിക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. ദസ് ആൻ എത്നിക് ഗ്രൂപ്പ് ഈസ് എ കളക്ടിവിറ്റി വിച്ച് പെർസീവ്സ് ഇറ്റ് സെൽഫ് ആസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ആൻഡ് വിച്ച് പെർസീവ്സ് ഇറ്റ് സെൽഫ് from being different in terms of language, religion, ancestral home, culture, etc. ഇനി അടുത്തത് ചെക്ക് യുവർ പ്രോഗ്രസ് 3യിൽ ആദ്യം പറഞ്ഞേക്കണ നാഷൻ ൻ്റെ പ്രത്യേകത. ഒരു നാഷൻ ആകണമെങ്കിൽ എങ്ങനെ പറ്റുന്ന നാഷൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് റേസ്. പിന്നെ റേസിസം വന്ന്, പിന്നെ അത് എത്നിക് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞ്, പിന്നെ നാഷൻ ആൻഡ് എത്നിക് ഗ്രൂപ്പ്. നാഷൻ ഈസ് ഹിസ്റ്റോറിക്കലി എവോൾവ്ഡ് സ്റ്റേബിൾ യൂണിഫോമിറ്റി ഓഫ് ലാംഗ്വേജസ്, ടെമ്പററി എക്കണോമിക് ടെമ്പററി അല്ല കേട്ടോ, ടെറിറ്ററി എന്നാണ് അവിടെ. എക്കണോമിക് ലൈഫ് ആൻഡ് സൈക്കോളജിക്കൽ മേക്കപ്പ് ഇൻ ദ ഫോം ഓഫ് എ കൾച്ചർ. ദിസ് നാഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എത്നിക് കമ്മ്യൂണിറ്റി വിച്ച് ഈസ് politicized and has rise in a political system. Nation and ethnic groups share many features but differ on territory. അപ്പോൾ പല കാര്യങ്ങളിലും ഒരേപോലെ ഉണ്ട്, പക്ഷേ ടെറിറ്ററിയിൽ മാത്രമാണ് വ്യത്യാസം. This an ethnic group becomes a nation when it identifies itself with a ടെമ്പററി അല്ല, ഇറ്റ് ഐഡൻറ്റിഫൈസ് ഇറ്റ് സെൽഫ് വിത്ത് എ ടെറിട്ടറി. ഒരു ടെറിട്ടറി ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഒരു നാഷനായിട്ട് ഒരു എത്നിക് ഗ്രൂപ്പ് മാറുന്നത്. അതുപോലെ എത്നിക് ആൻറ്റഗോണിസം പോസസ് മെനി ത്രെറ്റ്സ് ടു ദ സ്റ്റേറ്റ് ഇൻക്ലൂഡിങ് കാസ്റ്റിസം, കമ്മ്യൂണലിസം ആൻഡ് നേറ്റീവിസം.